മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശിവേട്ടിനെ എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയ ബാലചന്ദ്രൻ തിരിച്ചു വരുന്നതാണ് കാണിക്കുന്നത്. വാതിൽ തുറന്നുകൊണ്ട് വരുന്ന വൈജയന്തി ശിവേട്ടൻ പോയോന്ന് ചോദിക്കുമ്പോൾ പോയി കാണും, ശിവേട്ടൻ ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ താൻ പോന്നെന്ന് ബാലചന്ദ്രൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഫ്ലൈറ്റ് പോയിട്ട് പോന്നാ മതിയായിരുന്നല്ലോ എന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അതെന്തിനാ താൻ അത്ര സമയം അവിടെ നിൽക്കുന്നേ, വഴിപാട് വല്ലതും ഉണ്ടോയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഒരാളെ യാത്രയാക്കാൻ പോയാൽ അയാൾ പോയി കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരാവൂ, അതാണ് മര്യാദയെന്ന് വൈജയന്തി പറയുമ്പോൾ ഫ്ലൈറ്റ് 5 മണിക്കൂർ വൈകിയാൽ താൻ അത്രയും സമയം അവിടെ നിൽക്കണോ, കമലയിടത്തെയും രഞ്ജുവുമില്ലേ കൂടെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എന്നിട്ട് അവരെവിടെയെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. കൊല്ലപ്പള്ളി കൊണ്ടുവിട്ടു, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നോ എന്ന് ദേഷ്യത്തോടെ ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതിനെന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് വൈജയന്തി ഒച്ചയെടുക്കുന്നുണ്ട്. ആര് ദേഷ്യപ്പെട്ടു, നീ എന്തേലും കുടിക്കാനെടുത്തേ എന്ന് വൈജയന്തിയോടായി ബാലചന്ദ്രൻ പറയുമ്പോൾ കുഞ്ഞുമോളെ എന്ന് വിളിച്ചുകൊണ്ട് വൈജയന്തിയും പിറകെ തന്നെ ബാലചന്ദ്രനും അകത്തേക്ക് കയറി പോകുക. ബാലചന്ദ്രൻ തൻ്റെ ഡ്രസ്സൊക്കെ മാറി റൂമിൽ നിൽക്കുമ്പോഴാണ് കുഞ്ഞുമോൾ വന്ന് നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കുന്നത്. അവരെപ്പോൾ ബാലചന്ദ്രനോടായി തന്നെ പിരിച്ചുവിടാൻ പോവാണോ, പുതിയ ജോലിക്കാരി വന്നാൽ തന്നെ പിരിച്ചുവിടുമെന്ന് കൊച്ചമ്മ 2-3 ദിവസമായി പറയാണെന്ന് അവൾ ചോദിക്കുമ്പോൾ പുതുതായി വന്നത് വേലക്കാരിയല്ല, അമ്മയെ നോക്കാൻ വന്ന ഹോം നേഴ്സാണ്. കുഞ്ഞുമോള് പോയാൽ പിന്നെ ഇവിടുത്തെ വീട്ടുജോലിയൊക്കെ ആര് ചെയ്യും എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ പുതിയ ജോലിക്കാരിയെ കൊണ്ട് ചെയ്യിക്കുമായിരിക്കും എന്നവർ പറയുമ്പോൾ അതെനിക്കറിയില്ല, ഞാൻ വൈജയോട് ചോദിക്കാമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ സാറ് ചോദിക്കണ്ട, എന്നിട്ട് വേണം സാറിനോട് മെക്കിട്ട് കയറാൻ. ഞാൻ പൊക്കോളാം സാറേ, എനിക്കിതിനേക്കാളും നല്ല വീടും ജോലിയും ശമ്പളവും എല്ലാം കിട്ടും. ഇവിടുത്തെ ഭരണം കൊച്ചമ്മയല്ലേ, കൊച്ചമ്മയുടെ ഇഷ്ടം പോലെ തന്നെ അങ്ങ് നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നാരങ്ങ വെള്ളം കുടിച്ച ഗ്ലാസുമായി കുഞ്ഞുമോൾ അവിടുന്ന് പോവുക. പിന്നീട് അടുക്കളയിലെത്തുന്ന അലീനയ്ക്ക് കുഞ്ഞുമോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. നീ വീടെല്ലാം കണ്ടില്ലേ, ഇതെല്ലാം ദിവസവും തൂത്തു തുടച്ച് വൃത്തിയാക്കിയിടണമെന്ന് ഇവിടുത്തെ കൊച്ചമ്മ കൽപ്പിക്കും. ഇത് കേട്ട് 2 നിലയും തുടയ്ക്കണോ എല്ലാ ദിവസവും എന്ന് അലീന ചോദിക്കുമ്പോൾ അവരങ്ങനെയൊക്കെ പറയും, പക്ഷെ നമ്മളതങ്ങൊന്നും ചെയ്യാൻ പാടില്ല. ഒരു ദിവസം ചെയ്താൽ പിന്നെ എല്ലാ ദിവസവും അത് തന്നെ ചെയ്യേണ്ടി വരും. ഇത് കേട്ട് പറയുന്ന ജോലി ചെയ്തില്ലെങ്കിൽ കൊച്ചമ്മ വഴക്കു പറയില്ലേന്ന് അലീന ചോദിക്കുന്നുണ്ട്. അത് പറയും, നമ്മൾ ചെയ്താലും പറയും ചെയ്തില്ലേലും പറയും, അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് കേട്ട് വലിയ പാടാണോ അഡ്ജസ്റ്റ് ചെയ്ത് പോവാനെന്ന് അലീന ചോദിക്കുന്നുണ്ട്. ഒരു പാടുമില്ല, ഒരു ചെവി കൂടെ കേട്ട് മറ്റേ ചെവി കൂടെ അങ്ങ് വിട്ടേക്ക്, എന്തേലും ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്തോളാമെന്ന ഒരൊറ്റ മറുപടി കൊടുത്താൽ മതി. എന്താടി ഇതുവരെ ചെയ്യാത്തെന്ന് ചോദിച്ചാലും ചെയ്തോളാം. നിന്നോട് ഞാൻ 3-4 ദിവസം കൊണ്ട് പറയുന്നതല്ലേ ചെയ്യാൻ, നിന്നെ കൊണ്ട് പറ്റത്തില്ലേ, അപ്പോഴും ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞാൽ മതി. എല്ലാം കൂടി ചെയ്യാൻ നമുക്ക് എവിടുന്നാ സമയം, അത്രയ്ക്ക് ജോലിയുണ്ട് ഇവിടെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര തന്നെ വൃത്തിയായി ചെയ്താലും ഇവിടുത്തെ കൊച്ചമ്മയ്ക്ക് അത് പിടിക്കില്ല എന്നവർ പറയണ കേട്ട് ദേഷ്യക്കാരിയാണല്ലേ എന്ന് അലീന ചോദിക്കുക. ചിലപ്പോൾ അതിൻ്റെ വർത്താനം കേട്ടാൽ നമുക്ക് അപ്പം തന്നെ ഇട്ടങ്ങ് പോവാൻ തോന്നും, ഞാനും കുറെ ദേഷ്യം അങ്ങ് തീർക്കും എന്ന് കുഞ്ഞുമോൾ പറയണ കേട്ട് അതെങ്ങനെയെന്ന് അലീന ചോദിക്കുക. ബാത്റൂം കഴുകുമ്പോൾ കുറെ സോപ്പ് പൊടി അങ്ങ് വാരി വെതറും. 1 കിലോ സോപ്പ് പൊടി മേടിച്ചാൽ എനിക്ക് 4 അലക്കിനെ ഉണ്ടാവും. ഞാൻ മനഃപൂർവ്വം അതങ്ങ് തീർക്കും. പിന്നെ ചീനച്ചട്ടിയിലേക്ക് എണ്ണ അങ്ങ് കമഴ്ത്തി ഒഴിക്കും. ടേബിളും സ്ലാബും എല്ലാം തുടയ്ക്കുമ്പോൾ അച്ചാറും ബോട്ടിലുമെല്ലാം അറിയാത്ത മട്ടില് തള്ളി താഴെ ഇട്ടങ്ങ് പൊട്ടിക്കും. നമ്മുടെ കാലിപ്പും തീർക്കണ്ടേ എന്ന് അവർ ചോദിക്കുമ്പോൾ ചേച്ചി ആള് കൊള്ളാലോ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കൊച്ചമ്മ പിന്നെ വഴക്കു പറയില്ലേന്ന് അലീന ചോദിക്കണ കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. എന്നാലും അത് കേൾക്കാനൊരു സുഖമുണ്ട്, നമ്മൾ ചെയ്തിട്ടാണല്ലോ കുറ്റം പറയുന്നേ എന്ന് കുഞ്ഞുമോൾ പറയാ. എന്നെ കൊണ്ട് ഇങ്ങനൊന്നും ചെയ്യാൻ വയ്യെന്ന് അലീന പറയുമ്പോൾ ആവേശം അങ്ങ് കയറിയിട്ട് പുരപ്പുറം തൂക്കാനൊന്നും നിൽക്കണ്ട, ആത്മാർത്ഥത കാണിക്കാനേ പാടില്ല. കുറച്ച് തട്ടിപ്പൊക്കെ നമ്മുടെ കയ്യിലും വേണം, ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ലെന്ന് കുഞ്ഞുമോൾ ഉപദേശിക്കുമ്പോൾ എനിക്ക് കള്ളത്തരം ചെയ്യാൻ അറിയില്ലെന്ന് അലീന പറയാ. എന്നാ നീ അനുഭവിക്കും എന്ന് കുഞ്ഞുമോൾ പറയണ കേട്ട് ചേച്ചിയുള്ളേ എൻ്റെ കൂടെ എന്ന് അലീന ചോദിക്കുമ്പോൾ ഞാനോ, എന്നെ ഇന്നോ നാളെയോ അവരങ്ങ് പറഞ്ഞയക്കും. അതെന്താ അങ്ങനെയെന്ന് അലീന ചോദിക്കുമ്പോൾ ഇപ്പൊ നീ വന്നോണ്ട് എന്നെ വേണ്ട, കൊച്ചമ്മ കുറെ ദിവസമായി പറഞ്ഞോണ്ടിരിക്കുക പുതിയ വേലക്കാരി വരുമെന്നും അതിനു മുന്നേ തന്നെ എന്നെ പറപ്പിക്കുമെന്നും. ഇത് കേട്ട് താൻ കാരണം ചേച്ചിയുടെ ജോലി പോകുമെന്ന് അലീന സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. പോണെങ്കിൽ അങ്ങ് പോട്ടെ, എനിക്ക് വേറെ 100 ഇടത്ത് പണി കിട്ടും, ഇവിടത്തേക്കാൾ ശമ്പളവും കിട്ടും എന്ന് കുഞ്ഞുമോൾ പറയുമ്പോഴേക്കും വൈജയന്തിയുടെ വിളി വരുന്നുണ്ട്. തേ വിളി തുടങ്ങി, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് കുഞ്ഞുമോൾ അവിടേക്ക് ചെല്ലുക. പിന്നീട് കാണിക്കുന്നത് സോഫയിൽ വലിച്ചു വാരിയിട്ടിരിക്കുന്ന പുസ്തകവും ബാഗുമെല്ലാം കണ്ട് വൈജയന്തി ബബിതയും കൃഷ്ണയും വിളിച്ച് വഴക്കു പറയുന്നതാണ്. ആക്രിക്കട ഇതിനേക്കാളും ഭേദമാണല്ലോ എന്നും പറഞ്ഞ് അവർ വഴക്കു പറയുമ്പോൾ അവരതെല്ലാം എടുത്ത് അടുക്കി പിറക്കി വെക്കുക.
അപ്പോഴേക്കും ബാലചന്ദ്രനും റൂമിൽ നിന്ന് പുറത്തിറങ്ങി അങ്ങോട്ട് വരുന്നുണ്ടേ. എന്താ ഇവിടെ ബഹളമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് വൈജയന്തി മറുപടി കൊടുക്കുക. കുഞ്ഞുമോളെ പറഞ്ഞയക്കാൻ പോവുകയാണോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ എന്തിനാ ഇവിടെ 2-3 വേലക്കാരികള്, ഒരാൾക്ക് ചെയ്യാൻ മാത്രമുള്ള ജോലിയല്ലേ ഉള്ളൂ. ഇത് കേട്ട് ഹോം നഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അവൾ ഹോം നേഴ്സാണെന്ന് ആര് പറഞ്ഞു? രോഗികളെ നോക്കുന്ന കോഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് ബാലചന്ദ്രൻ വീണ്ടും പറയുമ്പോൾ അവൾ പഠിച്ചിട്ടുണ്ടെങ്കിലേ അവളുടെ കൈ തന്നെ അങ്ങ് ഇരിക്കട്ടെ. അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് വീട്ടുജോലിക്കാരിയെ വേണ്ടത്. ഇത് കേട്ട് അമ്മയെ നോക്കുന്നത് പിന്നെ ആരാണെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതത്ര വലിയ പണിയൊന്നുമല്ല ബാലചന്ദ്ര. പല്ലു തേപ്പിക്കണം, മുഖം കഴുകണം, മലവും മൂത്രവും എടുക്കണം, ദേഹം തുടയ്ക്കണം, മരുന്നും ഭക്ഷണവും കൊടുക്കണം. അതെല്ലാം വീട്ടുജോലിയുടെ ഇടയ്ക്കങ്ങ് നടന്നു പോയിക്കോളും എന്നവൾ പറയണ കേട്ട് നീ അലീനയോട് വീട്ടുജോലി കൂടെ ചെയ്യണമെന്ന് പറഞ്ഞൊന്ന് ബാലചന്ദ്രൻ ചോദിക്കുക. പറയുന്നത് എന്തിനാ? കൊല്ലപ്പള്ളിയിലും അവൾ ഇതുതന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ നീ കമലയ്ക്ക് പഠിക്കണമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടേ. കുഞ്ഞുമോളെ പിരിച്ചിടുന്ന കാര്യം നീ എൻ്റെ അടുത്ത് ചോദിച്ചോ? കുഞ്ഞുമോൾ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു എന്നെ പിരിച്ചു വിടുകയാണോന്ന്. അതെനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ ആരായി എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അതെല്ലാം എൻ്റെ വൈഫാ തീരുമാനിക്കുന്നത്, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയായിരുന്നില്ലെന്ന് വൈജയന്തിയും ചോദിക്കുക. അങ്ങനെ ഇയാൾ തന്നെ അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ എല്ലാ കാര്യമെന്ന് ബാലചന്ദ്രൻ ദേഷ്യപ്പെടുമ്പോൾ ബാലചന്ദ്രനെ ആ സ്വർണ്ണക്കടയിലെയും ടെക്സ്റ്റൈൽസിലെയും കാര്യങ്ങൾ അങ്ങ് നോക്ക്, അടുക്കള കാര്യങ്ങളിൽ ഇടപെടാൻ വരണ്ട, അത് എൻ്റെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളാ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അവിടുന്ന് ദേഷ്യത്തോടെ പോവുക. പിന്നീട് രാത്രിയാവുമ്പോൾ ബബിത കഴിക്കാനായി വരുന്നതാണ് കാണിക്കുന്നത്. ഡൈനിങ് ടേബിളിൽ അഴി നിൽക്കുന്ന വൈജയന്തിയോട് ഇതെല്ലാം ആരുടെ പാചകങ്ങളാന്ന് ഓരോന്നും തുറന്നു നോക്കിക്കൊണ്ട് ബബിത ചോദിക്കുക. ഇത് കുഞ്ഞുമോളുടെയാ, മറ്റവൾ നാളെയേ ചാർജ് എടുക്കത്തുള്ളൂ എന്ന് വൈജയന്തി പറയുമ്പോൾ എന്നാ പിന്നെ ധൈര്യമായി കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ബബിത ചെയറിലേക്ക് ഇരിക്കുക. അപ്പോഴാണ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി അലീനെ വിളിക്കാൻ ബബിതയോട് വൈജയന്തി പറയുന്നത്. കൃഷ്ണയോട് പറയുന്ന ദേഷ്യത്തോടെ ബബിത പറയുമ്പോൾ അവൾ രോഹിയെ വിളിക്കാൻ പോയേക്കുക, നീ ചെന്ന് വിളിക്കെന്ന് പറയുമ്പോൾ ബബിത ദേഷ്യത്തോടെ അലീനെ വിളിക്കാനായി പോവുക. അപ്പോഴേക്കും രോഹിയെ വിളിച്ചുകൊണ്ട് വരുന്ന കൃഷ്ണയും റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ബാലചന്ദ്രനും കഴിക്കാനായി എത്തുന്നുണ്ട്. കൃഷ്ണയോട് രോഹി എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കാമെന്നും ഫോണിലാണെന്നും കൃഷ്ണ പറയണ കേട്ട് ആരെ ഫോണിലെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. ഏതോ ഒരുത്തിയാണെന്ന് കൃഷ്ണ പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ താഴെ നിന്ന് രോഹിത്തിനെ ഉറക്കി വിളിക്കുക. കോൾ ചെയ്തുകൊണ്ട് മുകളിൽ നിന്ന് വന്ന് നോക്കുന്ന രോഹിത് കഴിക്കാൻ വരുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാമെന്ന് രോഹിത് പറയുമ്പോഴേക്കും നിന്റെ സൗകര്യത്തിന് അങ്ങനെ കഴിക്കാനൊന്നും പറ്റത്തില്ലെന്ന് വൈജയന്തി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്നാ പിന്നെ തനിക്ക് കഴിക്കാനൊന്നും വേണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഫോൺ വിളി തുടരുമ്പോഴേക്കും വൈജയന്തി വീണ്ടും അവനെ വിളിക്കണ കണ്ട് തനിക്ക് വേണ്ടെന്ന് അവൻ ദേഷ്യത്തോടെ പറയാ. നിന്നെ ഞാനൊന്ന് പിടിക്കുന്നുണ്ട്, അവൻ്റെ ഒരു ഫോൺ വിളി എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ ഒരാൾക്ക് ഫുഡ് വേണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവുമില്ല ഈ വീട്ടിൽ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അവിടെ നിന്ന് പോവുക. വൈജയന്തി ഡൈനിങ് ടേബിളിനരികിലേക്ക് വരുമ്പോഴേക്കും ബാലചന്ദ്രനും കൃഷ്ണയും അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്തിനാ വെറുതെ ഒച്ച വെക്കുന്നേ, അവർക്ക് വിശക്കുമ്പോൾ വേണേ വന്ന് കഴിക്കട്ടെ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അങ്ങനെ തോന്നിയാസത്തിന് വിട്ടുകൊടുക്കാനൊന്നും പറ്റില്ല എന്ന് വൈജയന്തി പറയുമ്പോഴേക്കുമാണ് ബബിത അലിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത്. അവളുടെ അടുത്തേക്ക് ചെല്ലുന്ന വൈജയന്തി ദേഷ്യത്തോടെ നീ എവിടെ എന്തെടുക്കുകയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശിയുടെ ദേഹം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അലീന മറുപടി പറയുന്നുണ്ടേ. ചുരിദാറും ഷോളും ഇട്ട് നിൽക്കുന്ന അവളെ നോക്കിക്കൊണ്ട് അല്ല ഇത് എന്തു വിഷാടി, നീ ഫാഷൻ ഷോക്ക് ഇറങ്ങിയതാണോ? ഇവിടെ ഫാൻസി ഡ്രസ്സൊന്നും വേണ്ട, പോയി വല്ല നൈറ്റി ഉണ്ടെങ്കിൽ ഇട്ടോണ്ട് വാ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയുമ്പോൾ എന്താ ഈ ഡ്രസ്സിന് കുഴപ്പമെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പവും ഇല്ലേ, ഇങ്ങനെയാണോ വീട്ടുജോലിക്ക് നിൽക്കുന്നവര് ആണുങ്ങളെ വശീകരിക്കാൻ വേണ്ടി എന്ന വൈജയന്തിയുടെ ചോദ്യം കേട്ട് അവളെന്താ ഇനി ചെയ്യണ്ടേ, ചാക്കു പുതയ്ക്കണമെന്ന് ബാലചന്ദ്രൻ ചോദിക്കുക. ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കണ അലീനെ നോക്കിക്കൊണ്ട് വൈജയന്തി വീണ്ടും അവളുടെ അടുത്തേക്കായി ചെന്ന് നിന്നോട് പറഞ്ഞത് കേട്ടില്ലേടി, പോയി ഡ്രസ്സ് മാറ്റി വരാൻ എന്ന് വൈജയന്തി പറയണ കേട്ട് അലീന റൂമിലേക്ക് പോവുക. അവൾ പോയി കഴിയുമ്പോഴേക്കും എല്ലാവരും കണ്ടോട്ടെ എൻ്റെ ബോഡി ഷേപ്പ് എന്ന മട്ടിലാ വരവ്, ഇതൊന്നും നല്ല പെണ്ണുങ്ങളുടെ ലക്ഷണമല്ല എന്ന് വൈജയന്തി ദേഷ്യപ്പെടണ കണ്ടിട്ട് അരികെ നിൽക്കുന്ന കൃഷ്ണയെയും ബബിതയും നോക്കിക്കൊണ്ട് ഇവരൊക്കെ ഇട്ടിരിക്കുന്നേക്കാളും മോശം ഡ്രസ്സാണോ അതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുക. അവരുടെ വീടായത്, ഇവിടെ ഉള്ളവരെല്ലാം അവരുടെ സ്വന്തക്കാരാ, അതുപോലെയാണോ വീട്ടുജോലിക്ക് വരുന്ന പെണ്ണുങ്ങള്, ആണുങ്ങളുള്ള വീടായത് എന്ന് വൈജയന്തി വീണ്ടും ഒച്ച വയ്ക്കുമ്പോൾ ബബിതയും കൃഷ്ണയും ഈ വേഷത്തിൽ ഷോപ്പിങ്ങിന് പോവാറുണ്ടല്ലോ, അപ്പോൾ അവിടെ ഉള്ളതൊന്നും ആണുങ്ങളല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എനിക്ക് അവളുടെ വരവും നിൽപ്പും ഡ്രസ്സും ഒന്നും ഇഷ്ടപ്പെട്ടില്ല, അത്രയേ ഉള്ളൂ. അതിനെന്നാന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ കൊള്ളാം, നല്ല ലോജിക്ക് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈജയന്തി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുക. സങ്കടത്തോടെ റൂമിലേക്ക് എത്തുന്ന അലീനയെ കണ്ട് എന്നെ പറ്റി വൈജ മോള് വഴക്കു പറഞ്ഞോന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്.
താൻ ഈ ഡ്രസ്സ് ഇട്ടത് ഇഷ്ടപ്പെട്ടില്ലെന്നും വേറെ ഡ്രസ്സ് ഇടാൻ പറഞ്ഞെന്നും അലീന പറയുമ്പോൾ ഇതിനെന്താ കുഴപ്പമെന്ന് മുത്തശ്ശി ചോദിക്കുക. തനിക്ക് അറിഞ്ഞൂടെന്ന് അലീന പറയുമ്പോൾ വേറെ ഡ്രസ്സില്ലേ നിനക്കെന്ന് മുത്തശ്ശി ചോദിക്കുക. ഉണ്ടെന്ന് പറഞ്ഞ് അവൾ ബാഗിൽ നിന്ന് അതെടുക്കുമ്പോഴേക്കും വൈജയന്തി വന്ന് റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് തൻ്റെ കൈ പിടിച്ച ഒരു ഡ്രസ്സ് കാണിച്ച് ഇതിട്ട് നോക്ക്, മുമ്പ് ഇവിടെ നിന്നൊരു ജോലിക്കാരിക്ക് വാങ്ങിക്കൊടുത്തപ്പോൾ അവൾ അത് ഇവിടെ ഇട്ട് പോയതാ എന്ന് വൈജയന്തി പറയണ കേട്ട് ആര്, അമ്മിണിയോ? അവൾക്ക് നല്ല വണ്ണമുണ്ടായിരുന്നല്ലോ, അവളുടെ ഡ്രസ്സ് ഇവക്ക് പറ്റുമെന്ന് മുത്തശ്ശി ചോദിക്കുക. പറ്റും, ഇതിട്ടുകൊണ്ട് വാടിയെന്നും പറഞ്ഞ് വൈജയന്തി ആ ഡ്രസ്സ് അലീനയുടെ നേരെ എറിഞ്ഞുകൊണ്ട് അവിടുന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുക. ആ ലൂസ് നൈറ്റിയും ഇട്ടുകൊണ്ട് വരുന്ന അലീനയെ കണ്ട് ഇതെന്തു കോലാ കൊച്ചെന്ന് മുത്തശ്ശി സങ്കടത്തോടെ ചോദിക്കുക. ഇറക്കവും വണ്ണവും ഇത്തിരി കൂടുതലാ, സാരമില്ല, തട്ടി വീഴാതിരുന്നാ മതി എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഡൈനിങ് ടേബിളിനടുത്തേക്ക് പോവുക. വൈജയന്തിയും ബാലചന്ദ്രനും ബബിതയും കൃഷ്ണയും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അവൾ ലൂസായ നൈറ്റിയും പൊക്കി പിടിച്ചോണ്ട് വരുന്നത് കാണുന്ന ബാലചന്ദ്രൻ അവളെ നോക്കി ചൂണ്ടണ കണ്ട് കൃഷ്ണയും ബബിതയും കുഞ്ഞുമോളുമൊക്കെ അവിടെ നിന്ന് ചിരിക്കുക. ആത്മാവെ വന്ന് ബബിത അവിടെ നിന്ന് എണീറ്റോണ്ട് പാട്ട് പാടുമ്പോൾ എന്താടി ഇതിനു മാത്രം ചിരിക്കാനും കളിയാക്കാനും എന്ന് വൈജയന്തി ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. ഇത് അമ്മിണി ഉപേക്ഷിച്ചിട്ട് പോയ നൈറ്റിയല്ലേ വൈജയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇതിനെന്താ കുഴപ്പം, കുറച്ച് ലൂസാണെന്നേ ഉള്ളൂ. ഇതാണോ നീ എടുത്തു കൊടുത്തേ, നിന്റെ താളിക്കെന്താ ഓളമുണ്ടോ വൈജയെ, കോമൺ സെൻസെങ്കിലും വേണ്ടേ എന്ന് ബാലചന്ദ്രൻ പറയണ കേട്ട് ഇതിട്ട എന്താ കുഴപ്പം? എനിക്കറിയണം, ഇവളിങ്ങനെ നല്ല ഡ്രസ്സിട്ട് സുന്ദരിയായി കാണണമെന്ന് ആർക്കാ ആഗ്രഹം എന്ന് ഓരോരുത്തരോടുമായി വൈജയന്തി ചോദിക്കുക. അവർക്കാർക്കും പ്രശ്നമില്ലെന്ന് ബബിതയും കൃഷ്ണയും കുഞ്ഞുമോളും പറയുമ്പോൾ പിന്നെ ബാലചന്ദ്രനാണോ ഇതിട്ടിട്ട് കുഴപ്പമെന്ന് വൈജയന്തി ചോദിക്കുന്നുണ്ട്. അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിനക്കിത് എന്തിന്റെ കേടാന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ വിവരം അറിയണ്ടേന്ന് വൈജയന്തിയും ചോദിക്കുക. ഇവൾ ഇതിങ്ങോട്ട് ഇട്ടുകൊണ്ട് വന്നപ്പോഴേ ഇവരെല്ലാം ചിരിച്ചത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ബാലചന്ദ്രൻ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഇവൾ ഇട്ടുകൊണ്ട് വന്ന ഡ്രസ്സ് എനിക്ക് പറ്റിയില്ല, അതുകൊണ്ടാ മാറ്റാൻ പറഞ്ഞതെന്ന് വൈജയന്തിയും പറയുക. വേഷമല്ല നിനക്ക് ഇഷ്ടപ്പെടാത്തത്, ഇവളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല, അതാണ് സത്യം എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ സമ്മതിച്ചു, 100 വട്ടം സമ്മതിച്ചു, എനിക്ക് ഇവളെ ഇഷ്ടപ്പെട്ടില്ല. പള്ളിയിലെ മനു മരിച്ചുപോയ എൻ്റെ അച്ഛൻ്റെ പേരും പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ടാന്ന്. അവൻ കേട്ടില്ല, അവൻ ഒരൊറ്റൊരുത്തം കാരണമാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇന്ന് ആഹാരം കഴിക്കുന്നിടത്ത് എണീറ്റ് നിന്നുകൊണ്ട് വൈജയന്തി പറയുമ്പോൾ ഇവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിനക്ക് ഇത്ര ദേഷ്യമെന്ന് ബാലചന്ദ്രനും ചോദിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞത് മനസ്സിലായില്ലേ? ബാലചന്ദ്രനും കൂടി പോയിട്ടല്ലേ ഇവളെ എടുത്തേ? ഒരു സാമാന്യ ബോധമെങ്കിലും വേണ്ടേ? വല്ല ഓർഫനേജിലും റെസ്ക്യൂ സെന്ററിലും ജുവനൈൽ ഹോമിലുമൊക്കെ പോയിട്ടാണോ കുടുംബത്തിൽ നിർത്താനുള്ള സെർവൻറ്റിനെ എടുക്കുന്നേ? ഒന്നാമതേ എവിടെയോ കിടന്നവള്. ബാലചന്ദ്രൻ തൊലിവെളുപ്പ് മാത്രമേ നോക്കിയുള്ളൂ. ആണുങ്ങളെല്ലാം ഒരുപോലെയാ. ബാലചന്ദ്രന് പകരം ഞാനാണ് പോയിരുന്നതെങ്കിലേ ഇവള് കൊല്ലപ്പള്ളിയിലും കാലുകുത്തില്ല, ഇവിടെയും കാലുകുത്തില്ല, അതുറപ്പാ. ഇവളെ ഇനി ആര് വളർത്തി, എങ്ങനെ വളർത്തി, ആരുടെ കൂടെയൊക്കെ പോയി, ആരൊക്കെ മുതലെടുത്തുന്ന് ആർക്കറിയാം എന്നൊക്കെ അമ്മ തന്നെ പറ്റി പറയണ കേട്ട് അലീന അവിടെ ഞെട്ടി സങ്കടത്തോടെ നിപ്പാ. അമ്മ പറഞ്ഞു കേട്ടു, ഇവളേതോ മമ്മിയുടെ കൂടെ ആയിരുന്നു എന്ന്. ഏത് മമ്മി? ആരുടെ മമ്മി? അവൾ എങ്ങനെയുള്ളവളായിരുന്നു എന്ന് ആർക്കറിയാം? അത് പിന്നെ ചത്തുപോയെന്നെങ്കിലും സമാധാനിക്കാം, ശല്യമില്ലല്ലോ എന്ന് വൈജയന്തി ദേഷ്യത്തോടെ പറയണ കേട്ട് തന്റെ മമ്മിയെ മോശമായി പറഞ്ഞ വൈജയന്തിയോട് അലീന കയർക്കുന്നുണ്ട്. എന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ സഹിച്ചോളാം, പക്ഷേ എന്റെ മമ്മിയെ പറഞ്ഞാലുണ്ടല്ലോ എന്നവൾ ഒച്ചയെടുക്കുമ്പോൾ പറഞ്ഞ നീ എന്തു ചെയ്യുമെടി എന്ന് ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് വൈജയന്തിയും ആഹാരം കഴിക്കുന്നിടത്തുനിന്ന് എണീക്കുക. സമ്മതിക്കില്ല ഞാൻ. എന്നെ ഒരു സ്ത്രീ പിഴച്ചു പ്രസവിച്ചതാണെന്ന് ഞാൻ സമ്മതിച്ചേക്കാം, പക്ഷേ ലോകത്തെ ഏതൊരു പെറ്റമ്മയെക്കാളും വളരെ നല്ല സ്ത്രീയായിരുന്നു എന്നെ വളർത്തിയ എൻ്റെ ബ്രിജിത മമ്മി. അറിയോ, ആ പേരുച്ചരിക്കാനുള്ള യോഗ്യത പോലുമില്ല നിങ്ങൾക്ക്. വൈജയന്തിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞയച്ചേക്ക്, താൻ പോയിക്കോളാമെന്ന് അലീന സങ്കടത്തോടെ വൈജയന്തിയോട് പറയുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രനോടായി, സാറിനറിയോ, കൊല്ലപ്പള്ളിയിലെ വീട്ടിൽ വെച്ച് ഞാൻ പറഞ്ഞതാ എന്നെ ദ്രോഹിക്കാനാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവരുത്, ഞാൻ തിരികെ പൊക്കോളാന്ന്. എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് വന്ന് കോമാളിവേഷം കെട്ടിച്ച് അപമാനിച്ച് ചിരിക്കുക എന്നവൾ തന്റെ ലൂസായ നൈറ്റിയും പിടിച്ചോണ്ട് പറയുമ്പോൾ ഇവിടെ ആരും കണ്ട് രസിക്കുന്നില്ല. നീ പോയി ആദ്യം ഈ നൈറ്റി മാറ്റി മണ്ണെണ്ണയൊഴിച്ച് ചുട്ടിട്ട് വാ, എന്നിട്ട് കൊള്ളാവുന്ന ഏതേലും ഡ്രസ്സ് ഇട്ടോണ്ട് വാ. ഈ വേഷത്തിൽ നിന്നെ രാത്രി ആരേലും കണ്ടാ പേടിച്ച് പനി പിടിച്ച് ചാവുമല്ലോ എന്നവളെ സമാധാനിപ്പിച്ച് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അവൾ പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ അവിടെ നിന്നിട്ട് വൈജയന്തിയോടായി ആളറിഞ്ഞു വേണം സംസാരിക്കാനും പെരുമാറാനും. അത് നീ പഠിക്കേണ്ട ആദ്യ പാടാണെന്ന് വൈജയന്തിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ കൈ കഴുകാനായി അവിടുന്ന് പോവുക.
കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ട് കിളന്തി കടിപ്പിച്ചെന്ന് കേട്ടിട്ടേയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കൈ കഴുകിക്കൊണ്ട് ബാലചന്ദ്രൻ തിരിച്ചു പോകുമ്പോൾ കടിക്കുന്ന പട്ടിയാണെന്ന് മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് വൈജയന്തി ചെയറിലേക്ക് തന്നെ ഇരിക്കുക. അമ്മയ്ക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നോ ആ നൈറ്റി എന്ന് കൃഷ്ണ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും മിണ്ടരുത്, വിറഞ്ഞിരിക്കാൻ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അവളുടെ നേരെ ഒച്ചയെടുക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അലീനയുടെ റൂമിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന വൈജയന്തിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.